അവസാനമാണ് നമ്മളെ വെടിമരുന്നിടുന്നത്. വെടിക്കെട്ട് മോരിന്റെ വെടിമരുന്നിടുന്നത് അവസാനം. ഇതാണ് വെടിമരുന്ന്. സച്ചിന്റെ ശബ്ദം. I am Sachin, the saint of India. When I am the crease, I became the spirit of India. I defeat my enemies with boundaries and sixes for my beloved India. Thank you. ചേട്ടാ മറുപണം കുടിച്ചാ 6 പോവോ? പിന്നെ എപ്പോ പോയെന്ന് 6 എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. വെടിക്കെട്ടുമോര് വെടിക്കെട്ടുമോരെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആശാരിമുക്ക് മോര് കടയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെടിക്കെട്ട് മോര് നമുക്ക് കുടിച്ചിട്ട് പോകാം. ചേട്ടന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ തന്നെ വെച്ചിരിക്കുന്ന അടിപൊളിയാണല്ലേ? എല്ലാവരും പറയുന്നു കൊള്ളാന്ന് പറയുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഈ വെടിക്കെട്ട് മോറിനകത്ത് മല്ലിയില, പുതിനയില, നാരങ്ങാടില, അങ്ങനെ പല ഇലകൾ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് ഐറ്റം ഉണ്ട്. അച്ചാറ് ഐറ്റങ്ങൾ അതിനകത്തിടും. ഇവിടുത്തെ കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് പോവും. കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് പോവും. അപ്പൊ ഞാൻ താണ്ട ഒരു വെടിക്കെട്ട് മോരെടുക്കാൻ പോവുകയാണ്. ഓക്കെ. ഒരു ദിവസം എത്ര മോര് പോവും? ഇപ്പം ചൂട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും, ജനങ്ങള് പുറത്തിറങ്ങത്തില്ല. ഇച്ചിരി മിനിമം ചൂടാകുമ്പം ആൾക്കാർ ഇറങ്ങും. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പം ദാണ്ട ഇതാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്, തണുപ്പിടാനുണ്ട്. സാധാരണ എന്ന് പറഞ്ഞാൽ തണുപ്പ് ഈ കുളത്തിൻ്റെ തണുപ്പേ ഉള്ളൂ. ഇപ്പം ഈ ഇത്രയും വെയിൽ കിടക്കുന്നതുകൊണ്ട് ഈ തണുപ്പ് കുറച്ചും കൂടെ വേണമെന്ന് ആൾക്കാർ പറയും. അപ്പം നമ്മൾ ഐസ് വെച്ചിട്ടുണ്ട്. ആ ഐസ് ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ്റെ ഡൂപ്പായിട്ടായിരുന്നു ഇതിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം ജോക്സ് ഇന്ത്യയിൽ താരമേളം കോമഡി ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ. വേണം ആ ശബ്ദം ഞാൻ വേണമെങ്കിൽ ഒന്ന് അനുകരിക്കാം. സച്ചിന്റെ ശബ്ദം. I am Sachin, the saint of India. When I am the crease, I became the spirit of India. I defeat my enemies with boundaries and sixes for my beloved India. Thank you. ചേട്ടാ മറുപണം കുടിച്ചാ 6 പോവോ? പിന്നെ എപ്പോ പോയെന്ന് 6 എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. അതിമനോഹരമായ വെടിക്കെട്ട് പലരും ഇവിടെ തിരക്കി ഇപ്പം വരുന്നുണ്ട്. തിരക്കി ഒരുപാട് ചാനലുകാരെടുത്തിട്ട് എന്തായാലും നമ്മളെ ഒന്ന് വൈറലാക്കി തന്ന് അതിന് എല്ലാ ചാനലുകാർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ചേരുവകളിലാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം നാരങ്ങയുടെ അച്ചാർ, അത് വെള്ളയാ. അപ്പൊ അതൊരു കുറച്ചൊഴിക്കും. അതിനുശേഷം എന്ന് പറയുന്നതാണ്ട് ഈ നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, അത് കുറച്ചൊഴിക്കും. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മളതാ ഇഞ്ചി, മുളക് എല്ലാം കൂടെ ചേർന്ന്, മുളകെന്ന് പറഞ്ഞാൽ കാന്താരി മുളകാ, ഇവരെല്ലാം കൂടെ ചേർന്നത് ഇതിനകത്ത് കുറച്ചിടും. അപ്പൊ ഇതിനകത്ത് ഈ മുളക് മാത്രമല്ല, ഇതിനകത്ത് മല്ലിയില എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം തണുപ്പ് വേണമെന്നുള്ളവർക്ക് നമ്മൾ കുറച്ച് തണുപ്പ് ഇതിനകത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂടല്ലേ, ചൂടിന് തണുപ്പില്ലാതെ പറ്റത്തില്ല. അത് ഇങ്ങനെ പൊട്ടിച്ചിടും. അവസാനമാണ് നമ്മളെ വെടിമരുന്നിടുന്നത്. വെടിക്കെട്ട് മോരിന്റെ വെടിമരുന്നിടുന്നത് അവസാനം. ഇതാണ് വെടിമരുന്ന്. ഈ വെടിമരുന്ന് ചേർത്താലാണ് കറക്റ്റ്. വെടിമരുന്ന് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മളെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു സംഭവമാണ്. അതായത് കായം എന്ന് പറയുന്ന സാധനം. ഇത് എല്ലാത്തിലും നമ്മൾ ചേർക്കുന്നതാണ്. പക്ഷെ മോരിനകത്ത് പ്രത്യേകിച്ച് നമ്മളെ ഈ വെടിക്കെട്ട് മോരായിട്ട് നമ്മൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അത് മറ്റോ ആർക്കും അറിയത്തില്ല. അത്രയും ഗുണകരമായ ഒരു സംഭവമാണ്. വ്യാധി ഇളങ്ങാനും നമ്മളുടെ ഈ ശരീരത്തിലുള്ള നമ്മളെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഒരു മനുഷ്യന്റെ ശരീരം എന്നാലും 4448 നരമ്പുകളുണ്ട്. ഈ 4448 നരമ്പ്, എല്ലാ നരമ്പുകളും ഉത്തേജനം സംഭവിക്കുന്നില്ല. അതായത് കുറച്ചെല്ലാം ഡൗൺ ആയിരിക്കും. നമ്മളുടെ ഈ ആശാരിമുക്ക് മോര് കടയിൽ വന്ന് ഒരു വെടിക്കെട്ട് മോര് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാടി നരമ്പുകളെല്ലാം നല്ല ഉന്മേഷവാനായിട്ട് സന്തോഷമായിട്ട് പോവാം. ചില മിമിക്രികളും ഞാൻ അവതരിപ്പിക്കും. ഇത് കണ്ട് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് പോവാം. അതാണ് നമ്മുടെ ഈ ആശാരിമുക്ക് മോര് കടയുടെ പ്രത്യേകത. കാണിക്കാല്ലേ. ഇപ്പം ഇനി മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം. അപ്പൊ എല്ലാവരും ശബ്ദങ്ങൾ പിന്നെ നമ്മളൊരു ട്രെയിൻ പോകുന്ന ശബ്ദമാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവതരിപ്പിക്കുന്നത് സ്റ്റേഷൻ വഴി പോകുന്നതാ. അപ്പം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന, പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് കേൾപ്പിക്കുന്ന, ഇതല്ല ഞാൻ ഈ ചെയ്യുന്ന. എൻ്റെ ഈ കയ്യും എൻ്റെ ഈ തോളും കൊണ്ടാണ് ഞാൻ ഈ ട്രെയിൻ പോകുന്ന ശബ്ദം. അതായത് നമ്മളെ പിന്നെ മയ്യനാട്ടിൽ നിന്ന് കൊല്ലത്തേക്ക് പോയി പോകുന്ന ആ ശബ്ദം എൻ്റെ ഈ കയ്യും ഈ തോളും കൊണ്ട് നോക്കോ.
ഇപ്പൊ കൂട്ടിക്കട കഴിഞ്ഞു. കൂട്ടിക്കട കഴിഞ്ഞു. അതാണ്. പിന്നെ നമ്മളെ പഴയകാല നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആ നടന്റെ ശബ്ദം ഞാൻ ഒന്ന് അനുകരിക്കാം. കൊണ്ടുപോകും ജീവിതമെങ്കിൽ ഒരു മന്ദോദരെങ്കിലും തന്നിട്ട് പോകാൻ എന്റെ കൈ കിട്ടും. നിങ്ങൾ വെട്ടി കൊണ്ടുവരാം. അപ്പൊ അതാണ് നമ്മളെ ഒരുപാട് സ്റ്റേജ് കയ്യടി കിട്ടുന്ന. സ്റ്റേജിൽ പോകുന്ന പറഞ്ഞാൽ ഞാന് സച്ചിന്റെ ഡൂപ്പായിട്ടാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അതെ, എല്ലാ കോസ്റ്റ്യൂമും. ഇപ്പൊ ഈ മീശ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രൂപ മുടിയൊക്കെ ഇപ്പൊ കുറച്ച് മുടിയൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ എല്ലാം മുടി ഒറിജിനൽ ആയിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിനായിട്ട് ഇപ്പം സിംഗിളായിട്ട് പോയി ഞാൻ പ്രോഗ്രാം ചെയ്യും. ഒരുപാട് പേര് എന്നെ വിളിക്കുമ്പോൾ സ്കൂളുകളിലും ഇപ്പം റേസിംഗ് കൊട്ടി എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മയ്യനാട് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം സിംഗിളായിട്ട് പോയി എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്ത് ആൾക്കാരെ സന്തോഷപ്പെടുത്തി കൊണ്ടുവരും. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേരെന്ന് പറഞ്ഞാൽ മധു തട്ടാമല. മധു തട്ടാമല. അപ്പം നമ്മളെ തട്ടാര ജംഗ്ഷനിൽ വന്ന് മയ്യനാട്ടോട്ട് പോകുന്ന വഴിക്ക് ആശാരിമുക്ക് മോരുകട അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മധു തട്ടാമലയുടെ പരിപാടിയും കാണാം, മോരും കുടിക്കാം, നല്ല സന്തോഷമായിട്ട് പോവുകയും ചെയ്യാം. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ കുടിച്ചിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട്. ഇപ്പോൾ ആശാരിമുക്കിൽ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ചേട്ടന്റെ മിമിക്രിയും കേൾക്കാം, ഒപ്പം തന്നെ നല്ല വെടിക്കെട്ട് മോര് കഴിക്കാം. ഇപ്പൊ ഉത്സവ സീസണാണ്. ഈ വെടിക്കെട്ടൊക്കെ എല്ലായിടത്തും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും നിരോധിച്ചിട്ടില്ല. നല്ല വെടിക്കെട്ട് മോര് കുടിക്കാം. നല്ല കേടുമായിട്ടുള്ള കേട്ടോ. ഇതൊരു 1.5 വെടിക്കെട്ടാണ്. ഇത് അമട്ടാണ്. അമട്ട് പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഒപ്പം തന്നെ ചേട്ടന്റെ അടിപൊളി മിമിക്രി നമുക്ക് കേൾക്കുകയും ചെയ്യാം. സച്ചിന്റെ അപരനാണ്. സ്ഥിരം കുടിക്കാൻ പറ്റുന്നതോടെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. നമ്മുടെ വെടിക്കെട്ട് മോരിന്റെ പ്രത്യേകത കുടിച്ചു കാണുമല്ലോ. ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ നല്ല നല്ല മോരാ. ഇടയ്ക്ക് ചൂടിനൊക്കെ നല്ല ശമനമൊക്കെ കിട്ടും ഇവിടെ വന്ന് കുടിക്കുമ്പോൾ. നമുക്കൊരു ദാഹ ശമനി. വേറെ ശരീരത്തിന് വേറെ നല്ല നല്ല മോര് നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടും മോരെ കുടിക്കും. സ്ഥിരം കുടിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വന്ന് കുടിക്കാറുണ്ട്. നമുക്ക് എപ്പോഴും ശരീരത്തിന് നല്ലത്. ചേട്ടാ വെടിക്കെട്ട് മോര് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സ്ഥിരം കുടിക്കുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് തൊട്ടടുത്തുള്ളതാണോ? അല്ലല്ല. എങ്ങനെയുണ്ട്? കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അടിപൊളി.